നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും സ്വന്തമായും കുടുംബാംഗങ്ങളുടെയും ചികിത്സാ ചെലവിനത്തിലും കൈപ്പറ്റിയത് 1.73 കോടി രൂപ. 2021 ജൂലൈ 7 മുതൽ 2024 ഒക്ടോബർ 3 വരെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന്റെ ഇനത്തിൽ കൈപ്പറ്റിയ തുകയുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. വയനാട് ദുരിതബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ ഇന്ന് UDF പ്രതിഷേധം സംഘടിപ്പിക്കും. വയനാട് നിയുക്ത MP പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പാർലമെന്റ് മാർച്ചാകും നടത്തുക. മാർച്ചിന് ഇതുവരെയും ഡൽഹി പോലീസ് അനുവാദം നൽകിയിട്ടില്ല. അനുവാദം ലഭിച്ചില്ലെങ്കിലും ഗൗരവകരമായ വിഷയമായതിനാൽ പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് കേരളത്തിൽ നിന്നുള്ള MPമാർ വ്യക്തമാക്കി. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ കടന്നുകൂടി പെൻഷൻ വാങ്ങുന്നത് 1458 സർക്കാർ ജീവനക്കാർ. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയത്. സർക്കാർ ഓഫീസുകളിലെ സ്ലീപ്പർ മുതൽ ഹയർ സെക്കൻഡറി അധ്യാപകരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും വരെ പാവമുള്ള പെൻഷൻ കൈപ്പറ്റുകയാണ്. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാൻ ധനമന്ത്രി നിർദ്ദേശം നൽകി. അദാനി കോഴയിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ടും UPയിലെ സംഭലിൽ സംഘപരിവാർ ആസൂത്രണം ചെയ്ത വർഗീയ കലാപത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുമുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷ MPമാർ നൽകിയ നോട്ടീസ് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാധ്യക്ഷനും നിരാകരിച്ചതോടെയാണ് പ്രതിഷേധം ഉയർന്നത്. സംസ്ഥാന പോലീസിൽ നിന്നും സ്ഥിരമായി കേസുകൾ CBIക്ക് വിടുന്നത് ശരിയായ നടപടിയല്ലെന്ന് സുപ്രീം കോടതി. CBIയുടെ ജോലിഭാരം വർദ്ധിക്കാനും സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം നശിപ്പിക്കാനും ഈ നടപടി കാരണമാകുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. പശ്ചിമ ബംഗാളിൽ 2 വനിതകളെ കസ്റ്റഡിയിൽ മർദ്ദിച്ചെന്ന ആരോപണങ്ങളിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കൽക്കട്ട ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിയാണ് സുപ്രീം കോടതി നിലപാടറിയിച്ചത്. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.